وإذا ضربتم في الأرض فليس عليكم جناح أن تقصروا من الصلاة إن خفتم أن يفتنكم الذين كفروا إن الكافرين كانوا لكم عدوا مبينا وإذا ضربتم നിങ്ങൾ യാത്ര ചെയ്താൽ ഫിൽ അർദി ഭൂമിയിൽ യാത്ര ചെയ്താൽ ഫലൈസ അലൈക്കും അപ്പോൾ നിങ്ങളുടെ മേലില്ല ജുനാഹുൻ ഒരു കുഴപ്പവുമില്ല അൻ തഖ്സുറൂ മിനസ്സലാഹ് നമസ്കാരം ചുരുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല ഇൻ ഖിഫ്തും നിങ്ങൾ ഭയന്നാൽ അയ്യഫ്തിനകുമുല്ലദീന കഫറൂ നിഷേധികൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്ന് നിങ്ങൾ ഭയന്നാൽ ഇന്നൽ കാഫിരീന കാനൂ ലകും അദുവ്വൻ മുബീനാ തീർച്ചയായും നന്ദികെട്ട നിഷേധികൾ നിങ്ങളോട് വ്യക്തമായ ശത്രുതയുള്ളവരാകുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ് നാടും വീടും വിട്ട് പലായനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറയുന്നത്. അതിനിടയിൽ അല്ലാഹു തആല യാത്രയുടെ ഒരു മര്യാദയെപ്പറ്റി പറയുന്നു. ഈ മര്യാദ ഏത് യാത്രയാണെങ്കിലും പാലിക്കേണ്ടതാണ്. وَإِذَا ضَرَبْتُمْ فِي الْأَرْضِ فَلَيْسَ عَلَيْكُمْ جُنَاحٌ أَن تَقْصُرُوا مِنَ الصَّلَاةِ യാത്രയിൽ നമസ്കാരം മുടക്കാൻ പാടില്ല. അനുവദനീയമായ ഏത് യാത്രകളും ചെയ്യാം. വിവാഹത്തിന് യാത്ര, രോഗികളെ സന്ദർശിക്കാൻ യാത്ര, ഏത് യാത്ര ചെയ്യാനും അനുവാദമുണ്ട്. അനുവാദമുള്ള യാത്രയായിരിക്കണമെന്ന് മാത്രം. പക്ഷെ ആ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട മര്യാദയാണ് നമസ്കരിക്കണം. നമസ്കാരത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. എന്നാൽ അല്ലാഹു ഈ ആയത്തിൽ പറയുന്നു, യാത്രയുടെ പേരിൽ നിങ്ങൾക്ക് നീണ്ട യാത്രയാണെങ്കിൽ ആ നമസ്കാരം ചുരുക്കി നമസ്കരിക്കാൻ അനുവാദമുണ്ട്. ളുഹർ, അസ്ർ, ഇശ എന്നീ നമസ്കാരങ്ങൾ. സുബ്ഹി നമസ്കാരം 2 റക്അത്ത് വളരെ എളുപ്പമാണ്. മഗ്രിബ് 3 റക്അത്ത് അതും എളുപ്പമാണ്. പക്ഷേ ഈ 3 നമസ്കാരങ്ങൾ 4 റക്അത്തുള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് ചുരുക്കി നമസ്കരിക്കാൻ അനുവാദമുണ്ട്. ഇപ്രകാരം ചുരുക്കി നമസ്കരിക്കുന്നതിന് ഖസ്ർ എന്ന് പറയുന്നു. ഇതല്ലാതെ വേറെയും ഇളവുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. സാധാരണ വീട്ടിലും മസ്ജിദിലും വുളൂ ചെയ്യുന്നത് 3 പ്രാവശ്യം സമ്പൂർണമായി വുളൂ ചെയ്യണം. യാത്രയാണ്, ട്രെയിനിലും മറ്റും നിങ്ങൾക്ക് സമയം കുറവ്, വെള്ളവും കുറവ്, അവിടെ ചുരുക്കി വുളൂ ചെയ്യണം. 1-2 പ്രാവശ്യം കഴുകിയാൽ മതിയാകുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമുള്ളതാണ്. രാവിലെ വെളുപ്പാങ്കാലത്ത് കയറി കുളിക്കുന്നത് പോലെ വുളൂ ചെയ്തു, ബാക്കി ആൾക്കാർക്ക് പല്ല് തേക്കാനും അതുപോലെ മലമൂത്ര വിസർജനത്തിന് സൗകര്യമില്ലാതെ വരും. അതുപോലെ യാത്രയിൽ ഖിബില കഴിവിന്റെ പരമാവധി നോക്കിയിട്ട് കൈകെട്ടേണ്ടതാണ്. മുമ്പിൽ ഖിബില നോക്കുന്ന സാധനം വെച്ചു, അല്ലെങ്കിൽ പുറത്തോട്ട് നോക്കി വണ്ടി തിരിയുന്നതനുസരിച്ച് ഇയാളും തിരിയാൻ തുടങ്ങി. അതിനാവശ്യമില്ല. നിങ്ങൾ സാധാരണ പോലെ ഖിബില നോക്കണം. ഇന്ത്യ മഹാരാജ്യം അനുഗ്രഹീത നാടാണ്. ഇവിടുത്തെ സാധാരണ പ്രധാന റോഡുകളും അതുപോലെ തന്നെ ട്രെയിൻ പാളങ്ങളും തെക്ക് നിന്നും വടക്കോട്ടേക്കാണ്, വടക്ക് നിന്നും തെക്കോട്ടേക്കാണ്.
അതുകൊണ്ട് കിബില നിങ്ങൾ ചെറിയതിനെ നോക്കി നമസ്കരിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഷാഫിഈ മദ്ഹബിൽ ളുഹറും അസറും അപ്രകാരം മഗ്രിബും ഇശായും ചേർത്ത് നമസ്കരിക്കാൻ അനുവാദമുണ്ട്. ഇതിന് ജംഅ് എന്ന് പറയും, ചേർത്ത് നമസ്കരിക്കാൻ. ആദ്യം ളുഹർ നമസ്കരിക്കുന്നു. ഞാൻ ഈ ളുഹർ നമസ്കാരം അല്ലാഹുവിന് വേണ്ടി 2 റക്അത്തായി ഖസ്ർ ചെയ്ത് അസറിനോടുകൂടി ജംഅ് ചെയ്ത് നമസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അറബിയിൽ ജംഅൻ വ ഖസ്റൻ എന്ന് പറഞ്ഞാൽ മതി. അസറിനും അതുപോലെ തന്നെ 2 റക്അത്തായി ചുരുക്കി നമസ്കരിക്കാം. അതുപോലെ നമസ്കാരം കഴിവിന്റെ പരമാവധി സിമ്പിളാക്കണം, ലഘുവാക്കണം. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങി സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു, വളരെ നല്ലത്. വീട്ടിൽ വെച്ച് പാരായണം ചെയ്യൽ, അല്ലെങ്കിൽ നമ്മൾ ഓതിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പാരായണം ചെയ്യൽ. ബസ് സ്റ്റാൻഡിലെ മസ്ജിദിൽ കയറി അൽ ബഖറ ആരംഭിച്ചു, ആൾക്കാർ പുറകെ പഠിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി ഒരു വണ്ടി വിട്ട് വണ്ടിയുടെ സ്ഥലത്ത് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടി നമസ്കരിച്ചിരുന്ന നമസ്കാരങ്ങൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു ഓതി ചുരുക്കി നമസ്കരിച്ച് തങ്ങൾ വാഹനത്തിൽ കയറുമായിരുന്നു. അതുപോലെ മധുരമായ ഒരു കാര്യമാണ് സുന്നത്ത് നമസ്കാരങ്ങൾ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നമസ്കരിക്കാം. ഖിബിലയൊന്നും തിരിയേണ്ടതില്ല. എന്തൊരു ലാളിത്യമാണ് ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഭാഗത്തേക്ക് വാഹനം പോകുന്നോ അതേ ഭാഗത്തേക്ക് തന്നെ നോക്കി സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു. എന്നാൽ ഫർദ് നമസ്കാരം വാഹനത്തിൽ നിന്നും ഇറങ്ങി നമസ്കരിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ആയത്തിലൂടെ ഒരു ഭാഗത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം, മറുഭാഗത്ത് നമസ്കാരത്തിന്റെ ലാളിത്യം മനസ്സിലാക്കാൻ കഴിയുന്നു. وَإِذَا ضَرَبْتُمْ فِي الْأَرْضِ فَلَيْسَ عَلَيْكُمْ جُنَاحٌ أَن تَقْصُرُوا مِنَ الصَّلَاةِ. നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമസ്കാരം നിങ്ങൾ കുറഞ്ഞ നിലയിൽ ലഘൂകരിച്ച് ചുരുക്കി നമസ്കരിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ ആരെങ്കിലും നമസ്കരിക്കുന്നു അവരെ കണ്ട് പരിഹസിക്കാൻ പാടില്ല. നിങ്ങളും അങ്ങനെ നമസ്കരിക്കാൻ ലജ്ജിക്കാൻ പാടില്ല. ചില ആളുകൾ ഈ രീതി നിസ്കരിക്കാൻ പറഞ്ഞാൽ അവർക്ക് ലജ്ജ വരും. അങ്ങനെ നിസ്കരിച്ചാൽ ശരിയാകത്തില്ല. ഒരു കുഴപ്പവുമില്ല. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്, സഹാബാക്കൾ നമസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം, യാത്രയുടെ സന്ദർഭത്തിൽ പോലും നമസ്കരിക്കണം. ഇന്ന് അല്ലാഹു തആല നമുക്ക് യാത്രകൾ വളരെ എളുപ്പമാക്കി തന്നു. അല്ലാഹു ഇനിയും എളുപ്പമാക്കുമാറാകട്ടെ. കാറിന്റെ സൗകര്യമുണ്ട്, ബസിന്റെ സൗകര്യമുണ്ട്, ട്രെയിനിന്റെ സൗകര്യമുണ്ട്. സ്വന്തം വാഹനമാണെങ്കിൽ സമയമായി അവിടെ നിർത്തി നമസ്കരിച്ചിട്ട് പോകും. സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം. പക്ഷേ കഷ്ടം, യാത്രയിൽ ധാരാളം ആളുകൾ നമസ്കാരം മുടക്കി കളയുന്നു. വിവാഹ യാത്രകൾക്ക് പ്രത്യേകിച്ച് നമസ്കാരം മുടക്കുന്നു. നമസ്കാരം മുടക്കി എന്ന് വന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹുവേ ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊടുക്കണേ. ആ നമസ്കാരം എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ്? അതിനേക്കാൾ സങ്കടം വിവാഹം കഴിക്കാൻ പോകുന്ന പുതിയാപ്പിളയെ പുതിയ പെണ്ണ് നമസ്കാരം മുടക്കുന്നു. പാടില്ല മോനെ, മോളെ, നിന്റെ ജീവിതത്തിന് പ്രധാനപ്പെട്ട സമയമാണ്, നീ നമസ്കരിക്കുന്നു, പടച്ചവനോട് ദുആ ചെയ്യൽ, എന്നിട്ട് ജീവിതത്തിലേക്ക് കടക്കുന്നു. പക്ഷേ ലഘുവായി നമസ്കരിച്ചാൽ മതി. നീണ്ട യാത്രയാണോ, നമസ്കാരം ചുരുക്കാൻ അനുവാദമുണ്ട്. നമസ്കാരം ഒരുമിച്ച് അടുത്തടുത്ത് നമസ്കരിക്കാൻ അനുവാദമുണ്ട്. ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുല്ലദീന കഫറൂ, നിഷേധികളായ ആളുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്ന് നിങ്ങൾ ഭയന്നാൽ നിങ്ങൾ നമസ്കാരം ചുരുക്കിക്കൊണ്ട്. ഈ നിബന്ധന ഇത് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട നിബന്ധനയാണ്. ഭയമുണ്ടെങ്കിൽ നമസ്കാരം ചുരുക്കാം, ഇതിന് ഭയമില്ലെങ്കിൽ നമസ്കാരം ചുരുക്കണ്ട എന്നർത്ഥമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയമില്ലാത്ത സമയത്ത് ചുരുക്കി നമസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആയത്ത് അവതരിച്ച സമയത്തുള്ള
ഒരവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതായ വാക്കാണ് ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുല്ലദീന കഫറു ഇന്നൽ കാഫിരീന കാനൂ ലകും അദുവ്വൻ മുബീന. തീർച്ചയായും നന്ദികെട്ട നിഷേധികൾ നിങ്ങളോട് വലിയ ശത്രുതയുള്ളവരാണ്. അവർ നിങ്ങളെ ഏത് സാഹചര്യത്തിലും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നമസ്കാരത്തിലേക്ക് തിരിയുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ ദ്രോഹിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നമസ്കാരം ചുരുക്കിക്കൊള്ളുക. ഇത് അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതാണ്. ചുരുക്കത്തിൽ ആയത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം ഏത് സാഹചര്യത്തിലും നമസ്കരിക്കണം. ദീനിയായ യാത്രയാകട്ടെ ദുന്യവിയായ യാത്രയാകട്ടെ നമസ്കാരം നിങ്ങൾ നിർവഹിച്ചേ പറ്റൂ. പിന്നെ പാപകരമായ യാത്രയെപ്പറ്റി പറയാനില്ല, അത് തെറ്റായ യാത്രയാണ്. യാത്ര 3 വിഭാഗമുണ്ട്. ഒന്ന്, നന്മകൾക്ക് വേണ്ടി യാത്ര ചെയ്യുക. നിങ്ങൾ മദ്രസയിലേക്ക് വരുന്നു, വാപ്പയെ കാണാൻ പോകുന്നു, ഉമ്മയെ കാണാൻ പോകുന്നു, രോഗികളെ സന്ദർശിക്കാൻ പോകുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്യുന്നു. ഇത് പുണ്യമായ യാത്രയാണ്. 2, അനുവദനീയമായ യാത്ര. നിങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു, നിങ്ങൾ എന്തെങ്കിലും ഉല്ലാസത്തിന് വേണ്ടി പോകുന്നു, അനുവദനീയമായ ഉല്ലാസം, അതിനുവേണ്ടി പോകുന്നു, കരാട്ട പഠിക്കാൻ വേണ്ടി പോകുന്നു, ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഈ സമയത്ത് നമസ്കരിക്കണം. പിന്നെ 3ാമത്തെ യാത്രയുണ്ട്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, പാപകരമായ യാത്ര. വല്ലതും മോഷ്ടിക്കാൻ പോകുന്നു, ആരെയെങ്കിലും ആക്രമിക്കാൻ പോകുന്നു, പ്രത്യേകിച്ചും വീട്ടിൽ നിന്നും അനുവാദമില്ലാതെ ഇറങ്ങി ഓടുന്നു, സ്ഥാപനത്തിൽ നിന്നും അനുവാദമില്ലാതെ ഇറങ്ങി ഓടുന്നു. നമുക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, അങ്ങനെ പോയവർ തിരിച്ചു വരുന്നതുവരെയും പടച്ചവന്റെ കോപമുണ്ടാകും. അതുകൊണ്ട് ആ യാത്രയെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. ഈ യാത്രയാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ നമസ്കരിക്കണം. പക്ഷേ നമസ്കാരത്തിന്റെ ഇളവുകൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. 4 റക്അത്ത് നമസ്കാരം 2 ചുരുക്കി. 2 റക്അത്ത് നമസ്കാരം ളുഹറും അസറും അതുപോലെ മഗ്രിബും ഇശാവും നിങ്ങൾ ഒരുമിച്ച് നമസ്കരിക്കും. ഒദു ലളിതമാക്കി. ഒദു ചെയ്യാൻ പറ്റുന്നില്ല, തയമ്മും ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരുന്നുകൊണ്ട്. പക്ഷെ ഇപ്പോഴത്തെ വാഹനങ്ങളിൽ സുഖമായിട്ട് നിൽക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ദാസൻ വിമാനത്തിൽ നിന്ന് നമസ്കരിക്കുന്നത് കണ്ട്. അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രത്യേകിച്ചും ഇന്ന് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് സുന്നത്ത് നമസ്കാരം നമസ്കരിക്കണം. മഹാനായ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നെ ബർത്തിൽ പിടിച്ച് കിടത്തി 3 മണിക്കൂർ തഹജ്ജുദ് നമസ്കാരം 3 മണിക്കൂർ തഹജ്ജുദ് നമസ്കാരം നിസ്കരിക്കുമായിരുന്നു. ഇരുന്നുകൊണ്ട് മൂലയ്ക്ക് നിന്ന് സുഖമായിട്ട് നമസ്കരിക്കുമായിരുന്നു. وَإِذَا ضَرَبْتُمْ فِي الْأَرْضِ فَلَيْسَ عَلَيْكُمْ جُنَاحٌ أَن تَقْصُرُوا مِنَ الصَّلَاةِ. അല്ലാഹു നമുക്ക് നമസ്കാരത്തെ ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.